നമസ്കാരം. പാതിവില തട്ടിപ്പ് കേസിൽ ഉന്നതർ പലരും വായ്ക്ക് സിബിട്ടിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം ഇ ഡി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇ ഡി അന്വേഷണം ആയതുകൊണ്ട് തന്നെ BJP നേതാക്കൾ രക്ഷപ്പെടുമെന്നുള്ള വാദം ഉയർന്നിട്ടുണ്ട് ഇപ്പോഴേ അന്തരീക്ഷത്തിൽ. അന്വേഷണം പ്രധാനമായും സായിഗ്രാമം ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാറിന്റെ വീട്ടിലും കോൺഗ്രസ് നേതാവ് ലാലി വിൻസന്റെ വീട്ടിലും അടക്കമായിരുന്നു നടന്നിട്ടുള്ളത്. അനന്തു കൃഷ്ണന്റെ വീട്ടിലും NGO കോൺഫെഡറേഷന്റെ ഓഫീസിലുമൊക്കെ പരിശോധന ഇതിനകം നടന്നു. പല രേഖകളും ഓഫീസിൽ നിന്നും വീട്ടിൽ നിന്നുമെല്ലാം ആനന്ദകുമാർ മാറ്റിയെന്നും സൂചനയുണ്ട്. സംസ്ഥാനത്ത് 12 ഇടങ്ങളിലാണ് ഇതുവരെ ED അന്വേഷണം നടത്തിയത്. ആനന്ദകുമാറിന്റെ വീടിനോട് ചേർന്നുള്ള സായിഗ്രാമത്തിന്റെ ഓഫീസിലും ED ഉദ്യോഗസ്ഥരെത്തി. EDയുടെ കൊച്ചി ഓഫീസാണ് ഈ റെയ്ഡ് അത്രയും നടത്തിയിട്ടുള്ളത്. ആനന്ദകുമാറിന് തട്ടിപ്പിൽ മുഖ്യ പങ്കുണ്ട് എന്നാണ് EDയുടെ പ്രാഥമിക വിലയിരുത്തൽ. പദ്ധതി നടപ്പിലാക്കിയ NGOകളുടെ ഓഫീസിലും ED ഉദ്യോഗസ്ഥരെത്തിയതായിട്ടാണ് വിവരം. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തട്ടിപ്പിന് ഇരയായവരുടെ മൊഴിയും ED എടുത്തു. ഇതിന് പിന്നാലെയായിരുന്നു റെയ്ഡ്. ആനന്ദകുമാർ ഇപ്പോഴും ഒളിവിലാണ്. 2000 മാർച്ച് മാസത്തിൽ തിരുവനന്തപുരത്ത് സായിഗ്രാമത്തിന്റെ ഉടമ ആനന്ദകുമാറിനെ കാണുവാൻ അനന്തു കൃഷ്ണനോടൊപ്പം BJP നേതാവായിട്ടുള്ള AN രാധാകൃഷ്ണൻ എത്തിയിരുന്നു. NGOകളുടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ച ഒരു വലിയ പദ്ധതി നടപ്പിലാക്കാമെന്നും അതിനുള്ള പണം താൻ ചെലവാക്കാമെന്നും പറഞ്ഞുകൊണ്ടാണ് AN രാധാകൃഷ്ണൻ അന്ന് എത്തുന്നത്. അങ്ങനെയാണ് ആനന്ദകുമാർ ഇതിലേക്ക് കോർത്തിണക്കപ്പെടുന്നത്. AN രാധാകൃഷ്ണന്റെ ഫോൺ റെക്കോർഡ് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ആരെയാണ് കോണ്ടാക്ട് ചെയ്തത് എന്ന് പോലീസിന് പിടികിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ അനന്തു കൃഷ്ണനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്ത ശേഷം ഈ കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമമാണ് നടന്നത്. അതായത് ഇനി AN രാധാകൃഷ്ണന്റെ പേര് ഉയർന്നാൽ പോലും സുരേന്ദ്രന്റെ കുഴൽപ്പണ കേസിൽ നിന്ന് സുരേന്ദ്രനെ രക്ഷപ്പെടുത്തിയതുപോലെ രക്ഷപ്പെടുത്താനുള്ള ഒരു തന്ത്രപരമായ നീക്കവും ഒക്കെ ഇതിനകം തന്നെ നടന്നിരുന്നു. പക്ഷേ വരുന്ന തിരഞ്ഞെടുപ്പ് കാലം മുൻനിർത്തി പാതിവില തട്ടിപ്പ് അന്വേഷണത്തിൽ കണ്ണടയ്ക്കാനാണ് കേന്ദ്ര നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോഴകളുടെ വക്താക്കളായിട്ടുള്ള സുരേന്ദ്രനും MT രമേശനും അടക്കമുള്ളവർക്ക് വായിൽ പിരിവെട്ടിയ അവസ്ഥയാണ് AN രാധാകൃഷ്ണന്റെ കാര്യത്തിൽ. എന്തായാലും AN രാധാകൃഷ്ണന് ഇതിന് പ്രധാന പങ്കുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്തുകൊണ്ടോ ഇവർ ഈ കാര്യങ്ങൾ അത്രയും, അതായത് ഫോൺ റെക്കോർഡുകൾ ഒന്നും പരിശോധിക്കാതെ പോവുകയാണ്. ഇനി EDയിലാണ് എല്ലാവർക്കും പ്രതീക്ഷയുള്ളത്. ED അന്വേഷണം കൃത്യമായ രീതിയിൽ തന്നെ നടക്കുകയാണെങ്കിൽ, അതായത് കേന്ദ്ര നിർദ്ദേശം അനുസരിച്ചാണ് പോകുന്നതെങ്കിൽ BJP വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള AN രാധാകൃഷ്ണന്റെ കാര്യവും പരുങ്ങലിലാവും. കാരണം ഏതെങ്കിലും ഒരു രീതിയിൽ ഇതിൽ AN രാധാകൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള സാധ്യത ഉൾപ്പെടെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് നടത്തിയിട്ട് അതിന്റെ പ്രധാനപ്പെട്ട പങ്ക് AN രാധാകൃഷ്ണനുണ്ട് എന്ന് തെളിയിക്കപ്പെടുക സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ അത് BJPക്ക് വലിയ കളങ്കമായി തീരും. പ്രത്യേകിച്ചും ഈ തിരഞ്ഞെടുപ്പ് കാലഘട്ടം മുൻനിർത്തി തന്നെ അവർ എല്ലാ കാര്യങ്ങളും നോക്കിക്കാണുകയുള്ളൂ. അതുകൊണ്ട് തന്നെ AN രാധാകൃഷ്ണനെ ഇതിലുള്ള പങ്ക് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ AN രാധാകൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. പിന്നീട് തിരിച്ചെടുക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ അവരുടെ രാഷ്ട്രീയ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ പിന്നീട് നിൽക്കുന്നതാണ്. എങ്കിൽ പോലും AN രാധാകൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഒരു സാധ്യത ഇവിടെ നമുക്ക് തള്ളിക്കളയാനാകില്ല. കാരണം ഈ തിരഞ്ഞെടുപ്പ് BJPക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടി വരികയാണ്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് എന്നുള്ളത് BJP വളരെ മുന്നിൽ കണ്ട് ഏറ്റവും കൂടുതൽ ഗ്രാസ് റൂട്ട് ലെവലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിനൊരു കളങ്കമുണ്ടാക്കി അതിൻ്റെ ഒരു ഫലം നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു കാര്യത്തിനും കേന്ദ്രം ഇനി അനുവദിച്ചു കൊടുക്കുന്ന കാര്യമുണ്ടാകില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതുകൊണ്ട് AN രാധാകൃഷ്ണനും ആനന്ദകുമാറിനെ പോലെ തന്നെ ഇതിൽ പെടുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പാതിവിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് അനന്തു കൃഷ്ണൻ കോടികൾ തട്ടിയത് എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. 20,163 പേരിൽ നിന്ന് 60,000 രൂപയും 4,035 പേരിൽ നിന്ന് 56,000 രൂപയുമാണ് കൈപ്പറ്റിയത്. അനന്തുവിന്റെ പേരിലുള്ള 21 ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 143.5 കോടി രൂപയാണ് വന്നത്. അനന്തുവിന്റെ സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന സ്ഥാപനത്തിന്റെ 11 അക്കൗണ്ടുകളിലേക്ക് 2024 ഫെബ്രുവരി മുതൽ ഒക്ടോബർ വരെ 548 കോടി രൂപ എത്തിയിട്ടുണ്ട്. അനന്തുവിനെ വിശദമായി ചോദ്യം ചെയ്ത് പണത്തിന്റെ ഉറവിടം കണ്ടെത്താനാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ നീക്കം നടത്തുന്നത്. ഇതിനിടെയാണ് EDയുടെ ഇടപെടൽ കൂടി വരുന്നത്.
ED ഇടപെടൽ വന്നതോടുകൂടിയാണ് ഈ കേസ് തേഞ്ഞുമാഞ്ഞു പോകുമെന്നുള്ള ഒരു അന്തരീക്ഷത്തിൽ ഒരു പുകമറ ഉയർന്നത്. പക്ഷെ അതിനെ തള്ളുന്നതാണ് കേന്ദ്ര നീക്കങ്ങൾ അത്രയും എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. എന്തായാലും കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ള അനന്തുവിനെ കൊച്ചിയിലെ ഓഫീസിലെത്തിച്ച് ചോദ്യം ചെയ്യും. ഇതിനുശേഷം തട്ടിപ്പ് നടന്ന വിവിധ മേഖലകളിൽ എത്തിച്ച് ക്രൈംബ്രാഞ്ചും തെളിവെടുപ്പ് നടത്തും. സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകളുടെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് അനന്തു കൃഷ്ണനും സംഘവും തട്ടിയെടുത്തത് എന്ന് EDയും തിരിച്ചറിയുന്നുണ്ട്. പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ വിവരങ്ങളൊക്കെയും ED ശേഖരിച്ചിരുന്നു. മുഖ്യപ്രതിയെ അറസ്റ്റ് ചെയ്തെങ്കിലും തട്ടിപ്പിന്റെ വ്യാപ്തി എത്രത്തോളം എന്നത് വ്യക്തമായിട്ടില്ല. പിരിച്ചെടുത്ത പണം ചെലവഴിച്ചതടക്കം പുറത്തു വരണമെന്നുണ്ടെങ്കിൽ ED അന്വേഷണം വേണമെന്ന പരാതിക്കാർ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനിടെ ലാലി വിൻസെന്റിന്റെ പങ്കിനെ കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ലാലിയുടെ മുൻകൂർ ജാമ്യ ഹർജി തിങ്കളാഴ്ച പരിഗണിക്കാൻ മാറ്റിയ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അറസ്റ്റ് തടഞ്ഞുള്ള ഇടക്കാല ഉത്തരവും അന്നുവരെ നീട്ടി. പോലീസ് വെള്ളിയാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. നന്ദി.